ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ ഷാജി പാസ്റ്റർ എന്ന് പറയുന്ന പാസ്റ്റർ കഴിഞ്ഞ ദിവസം നമ്മുടെ യുപിയിലുള്ള സാജു ബദറിന്റെ ചാനലിൽ വന്ന ദൈവത്തിന്റെ പുതിയൊരു പ്രവർത്തനത്തെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. ത്രിയേകനല്ല. ഏത് ദൈവം? അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ് ത്രിയേകനല്ല. പക്ഷേ ഞാൻ വിശുദ്ധ ബൈബിളിലെ കാര്യമാണ് പറയാം കേട്ടോ. ഞാൻ പഠിച്ചു വെച്ചതും ഞാൻ കത്തോലിക്ക സഭയിൽ ജനിച്ച് അവിടെ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത് ദൈവം ത്രിയേകനാണ്. തുടർന്ന് കടന്നു വന്ന എല്ലാ സഭകളും ഓൾമോസ്റ്റ് പഠിപ്പിച്ച ദൈവം ത്രിയേകനാണെന്നാണ്. പക്ഷെ ഞാൻ വിശുദ്ധ ബൈബിളിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സത്യമായി ഞാൻ മനസ്സിലാക്കി. എന്നാൽ ഇവർ മൂന്നും കൂടി ചേർന്ന് ഒരു ദൈവം എന്ന് ബൈബിളിൽ പറയുന്നത് എന്ന് ഞാൻ കണ്ടിട്ടില്ല. ശ്രദ്ധിക്കുക. പകരം ഈ ഏക ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ പ്രവർത്തിക്കുന്നത് ത്രിയേകമായി കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ക്രിസ്തുവിലുള്ള പ്രവർത്തനം നമ്മളുടെ ജീവിതത്തിലും കൊണ്ടുപോകും നമുക്ക് റിസൾട്ട് ഉണ്ടാകും. കാരണം നമ്മളെ ദൈവം, അതായത് അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ് നമ്മളെ മുൻ നിയമിച്ചത് നമ്മൾ അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവിനെ പോലെ ആകാനല്ല, തന്റെ പുത്രനായ ക്രിസ്തുവെ പോലെ ആകാനാണ്. ഒരിക്കലും നാം ഏകനായി പ്രവർത്തിക്കുകയല്ല. സ്വർഗസ്ഥ പിതാവ് ഏകമായി പ്രവർത്തിക്കും, തന്റെ പുത്രനിലൂടെ ത്രിയേകമായി പ്രവർത്തിക്കാം. അപ്പോ നമ്മൾ പ്രവർത്തിക്കേണ്ടത് ക്രിസ്തു എങ്ങനെ പ്രവർത്തിക്കുന്നു അതേപോലെയാണ് ത്രിയേകമായാണ് പ്രവർത്തിക്കേണ്ടത്. അതിന്റെ അർത്ഥം കഴിഞ്ഞ സമയത്ത് നമ്മൾ മനസ്സിലാക്കി. ആ ഭാഗം അതിന്റെ ബേസ് കാര്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു പോകാം. സാജു ബ്രദർ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 6-ാം വാക്യം ശബ്ദമുയർത്തി ഒന്ന് വായിക്കുക. അതായത് ഇന്ന് നമ്മൾ അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ ഇവിടെ മനസ്സിലാക്കി വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ. ഷാജി പാസ്റ്റർ പറഞ്ഞത് ഏക ദൈവമേ ഉള്ളൂ, അത് ത്രിയേകമായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ യെശയ്യാവിന്റെ പുസ്തകം 53-ന്റെ 6 അദ്ദേഹം എടുത്ത വാക്യം എന്ന് പറയുന്നത്. അതായത് നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരിക്കുന്നു, നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു, എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ദൈവം എന്ത് ചെയ്യുന്നു? ത്രിയേകനായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ദൈവം ത്രിയേകൻ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ത്രിയേകം എന്ന വാക്ക് ബൈബിളിലില്ല. അപ്പൊ ഒരു പ്രവർത്തനം മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് അതൊരു എന്താ പറയുക, പൈശാചികമായിട്ടുള്ള ജനങ്ങളുടെ ഒരു കൂടിനകത്താണ് ജനം കിടക്കുന്നത്, അല്ലെങ്കിൽ അതിന് പുറത്തു വരേണ്ടതായിട്ടുണ്ട് ത്രിയേക പ്രവർത്തനം കാണണമെങ്കിൽ. സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏകനായി നിന്ന് മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം എന്നാണ് സങ്കീർത്തനക്കാരൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോ യെശയ്യാവിന്റെ പുസ്തകത്തിൽ കാരണം കർത്താവായ യേശു ക്രിസ്തു, അതായത് ദൈവം മനുഷ്യനായിട്ട് നിന്ന് കഷ്ടം അനുഭവിക്കുന്ന ഭാഗത്തിലെ വാക്യം എടുത്തു വെച്ചിട്ട് അദ്ദേഹം പറയുകയാണ് ഇവിടെ ത്രിയേക പ്രവർത്തനം നടക്കുന്നു എന്ന്. അവിടെ എവിടെയാണ് ഒരു ത്രിയേക പ്രവർത്തനം നടക്കുന്നത്? പുതിയൊരു അറിവായിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഏകനായി നിന്ന് മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം എവിടെയാണ് ത്രിയേകനായി നിന്ന് പ്രവർത്തിക്കുന്നത്? അപ്പം തൃത്വക്കാരെ ഒട്ട് പിണക്കാനും പറ്റുകയില്ല, തൃത്വമുണ്ടെന്ന് സ്ഥാപിക്കുകയും വേണം. അതുപോലെ തന്നെ ഇതിനകത്ത് എന്താ പറയുക, ബൈബിളിൽ ഏകനാണെന്നുള്ള ഭാഗം മാറ്റാനും പറ്റുകയില്ല. ഈ ഒരു 3 ഘട്ടം കൂടി ഒരുമിച്ച് വെച്ചുകൊണ്ട് ഷാജി പാസ്റ്റർ ഒരു ചെറിയൊരു മാറ്റം വരുത്തി. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഏക ദൈവം ത്രിയേകനായി പ്രവർത്തിക്കുന്നു, ത്രിയേക പ്രവർത്തനമാണ്, 3 പ്രവർത്തനങ്ങളാക്കി അദ്ദേഹം മാറ്റി. അപ്പൊ അങ്ങനെയാണോ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ത്രിയേക പ്രവർത്തനമാണ് എന്നാണോ അതിനെക്കുറിച്ച് നമ്മുടെ ഷാജി പാസ്റ്റർ കരുതി വെച്ചിരിക്കുന്നത്? അങ്ങനെയാണോ അത് മെൻഷൻ ചെയ്യുന്നത്? അല്ല, അങ്ങനെ ഒരിക്കലും ദൈവവചനം പഠിപ്പിക്കുന്നില്ല. ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടായ ക്രിസ്തു അല്ലെ, ആ ദൈവം തന്നെ മനുഷ്യനായിട്ട് വെളിപ്പെടുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെടുന്നു, അല്ലെങ്കിൽ പ്രത്യക്ഷനാകുന്നു. പലയിടത്തും എഴുതിയിരിക്കുന്ന പ്രത്യക്ഷത എന്നുള്ള കാര്യമാണ്. വെളിപ്പെടുന്നു, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ദ മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ് എന്നാണ് ദൈവത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. അവനൊരു വിശുദ്ധ മനുഷ്യനായി, അല്ലെങ്കിൽ പാപരഹിതനായ മനുഷ്യനായി, അല്ലെ, ഏക മനുഷ്യനായി എന്ന് പറയുന്നു. പാപരഹിതനായി ഏക മനുഷ്യനായി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയൊരു കാര്യം.
ദൂതന്മാരെക്കാൾ താഴ്ച വന്ന മനുഷ്യനായി, വേഷത്തിൽ മനുഷ്യനായി. ഇങ്ങനെയൊക്കെയാണ് ദൈവവചനം യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. അല്ലാതെ അവിടെ ഒരു ത്രിയേക പ്രവർത്തനമൊന്നും അവിടെ നടക്കുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പൊ അദ്ദേഹത്തിന് വന്നിപ്പോ തൃത്തക്കാരെയും പിണക്കാൻ പറ്റുകയില്ല, മറ്റുള്ളവരെയും പിണക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൽ നിന്നും ഇങ്ങനെയൊരു വാക്യം വന്നിരിക്കുന്നത്, അല്ലെ? പഴയ നിയമത്തിലെ ദൈവം പറയുന്നു, എന്നിൽ മറ്റൊരുത്തനില്ല, അല്ലെ? ഞാൻ മാത്രമാണ് ദൈവം, വേറൊരു ദൈവമില്ല, അല്ലെ? അപ്പോ പുതിയ നിയമത്തിൽ വരുമ്പോൾ ത്രിയേകമായ ഒരു പ്രവർത്തനം അവിടെ നടന്നിട്ടില്ല. അങ്ങനെ വാക്കുമില്ല, ത്രിയേകം എന്ന് പറയുന്ന ഒരു വാക്കില്ല, അല്ലെ? ത്രിയേകം എന്നൊരു വാക്കുമില്ല, അങ്ങനെ ഒരു പ്രവർത്തനവുമില്ല. അങ്ങനെയാണെങ്കിൽ 3 പ്രവർത്തനങ്ങൾ അവിടെ നടന്നു എന്ന് പറയേണ്ടതായിട്ട് വരും. ഒരു ദൈവം തന്നെയാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചതും ആ ദൈവം തന്നെ മനുഷ്യനായിട്ട് വെളിപ്പെടുന്നു എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും ഒരു ത്രിയേക പ്രവർത്തനം അവിടെ നടക്കുന്നെന്ന് പറഞ്ഞ 3 പേരുടെ പ്രവർത്തനം അവിടെ നടക്കുന്നു, അല്ലെ? അത് തൃത്വമായിട്ട് എന്താണ് വ്യത്യാസം? വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല, അല്ലെ? തൃത്വവുമായിട്ട് യാതൊരു വ്യത്യാസവും അതിനില്ല. എല്ലാം ഒരുപോലെ തന്നെ, ഏകദേശം ഒരു മാറ്റവും ഇല്ലാതെ 3 വ്യക്തികളാണെന്ന് പറയുന്ന പോലെ തന്നെയാണ് 3 വ്യക്തികളുടെ പ്രവർത്തനം അവിടെ നടക്കുന്നു എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത്. അങ്ങനെയായിരുന്നുവെങ്കിൽ ഫിലിപ്പോസ് ചോദിച്ചപ്പോൾ പറഞ്ഞേനുമായിരുന്നു, അല്ലെ? പിതാവിനെ ഒന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞു? ഞാൻ ഇത്രയും നാളും എന്റെ കൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ എന്നാണ് പറഞ്ഞത്. അപ്പൊ പിതാവ് മാത്രമാണ് ഏക സത്യദൈവം എന്നും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും പിന്നീട് പറയുകയാണ് ത്രിയേക പ്രവർത്തനം ദൈവവചനത്തിലില്ല. ഏകനായി നിന്ന് മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തെ കുറിച്ച് മാത്രമേ ദൈവവചനം പറയുന്നുള്ളൂ. 3 തരത്തിൽ പ്രവർത്തിക്കുന്ന 3 ദൈവങ്ങളോ 3 പ്രവൃത്തികളോ അവിടെ ഇല്ല. ഏക ദൈവത്തിന്റെ പ്രവൃത്തിയാണ് 3, അല്ലേ? 3 പ്രവൃത്തികളും ചെയ്തെങ്കിൽ ത്രിയേക പ്രവൃത്തിയോടെ നടക്കുന്നില്ല, ഏക പ്രവൃത്തിയോടെ നടക്കുന്നുണ്ട്. ഏകനായി നിന്ന് മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ തന്നെ അദ്ദേഹം പറഞ്ഞ വചനവിരുദ്ധം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഏക ദൈവത്തിൽ ത്രിയേക പ്രവർത്തനം. അപ്പൊ തൃത്വക്കാരെയും പിണക്കാൻ പറ്റുകയില്ല, ത്രിയേകക്കാരെയും പിണക്കാൻ പറ്റുകയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ പിണക്കാതെ കഴിഞ്ഞു പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ അത് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം യുപിയിലുള്ള സാജു ബദറിന്റെ അവിടെ പോയി അത് സംസാരിച്ചത്. അദ്ദേഹം പോലും തൃത്വക്കാരനാണ്, ഈ സാജു ബദർ എന്ന് പറയുന്നത്. അപ്പോ ഇതൊക്കെ പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ചാനലിന് വ്യൂസ് കൂട്ടാവുന്നല്ലാതെ ഒരു കാര്യവും അതിനകത്ത് വലിയ കാര്യവും തന്നെയില്ല. അതിനുവേണ്ടിയാണ് അദ്ദേഹത്തെ വിളിച്ച്, അദ്ദേഹത്തിന്റെ അവിടെ പല ആളുകളും വരുന്നുണ്ട്, രോഗസാക്ഷികൾ വരുന്നുണ്ട്, മറ്റു ആൾക്കാരും മറ്റവിശ്വാസികളും എല്ലാം വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഷാജി ബദറിനെ സംബന്ധിച്ചിടത്തോളം വ്യൂവേഴ്സിനെ കൂട്ടുക, അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഇതൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്ന വിശ്വാസവുമായിട്ട് അദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹം തൃത്വക്കാരനാണ്. യഹോവ തന്നെ യേശുക്രിസ്തു എന്ന് അദ്ദേഹം പറയുന്നുവെങ്കിലും ചില സമയങ്ങളിൽ അദ്ദേഹം എന്ത് ചെയ്യും? അതങ്ങ് മാറ്റും. 2ാമത്തെ വ്യക്തിയാണെന്നും 3ാമത്തെ വ്യക്തിയാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുമെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അത് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു സത്യം തന്നെയാണ് അദ്ദേഹത്തെ കുറിച്ച്. അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു ത്രിയേക പ്രവർത്തനം അവിടെ നടക്കുന്നില്ല. ഏക ദൈവത്തിന്റെ ഏക പ്രവർത്തനമാണ്. 3 വിവിധ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു എങ്കിലും എന്താണ്? ദൈവം ത്രിയേക പ്രവർത്തനം നടത്തുന്നില്ല. ഏക ദൈവത്തിന്റെ ഏക പ്രവർത്തനം അല്ലെങ്കിൽ 3 വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഉണ്ടാകാം, പക്ഷെ ത്രിയേക പ്രവർത്തനം അവിടെ നടക്കുന്നില്ല. അപ്പൊ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട്, ഇത് നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.